ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തേത് നമ്മുടെ പാർലമെന്റിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുമായി ബന്ധപ്പെട്ടാണ്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് വെച്ചാൽ പാർലമെന്റിലെ MPമാർ അതർ ദാൻ മിനിസ്റ്റേഴ്സ് ഒഴികെയുള്ള മറ്റ് MPമാർ കൊണ്ടുവരുന്ന ബില്ലുകളെയാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുകൾ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലോക്സഭാ സെഷനുകളിൽ കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണിത്. അതായത് MPമാരുടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇതില് ഈ ഒരു 17th ലോകസഭയിൽ വെറും 9 മണിക്കൂറാണ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോകസഭയിൽ. രാജ്യസഭയിൽ 27 മണിക്കൂറാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രൈവറ്റ് മെമ്പേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി റെസല്യൂഷൻസ് കൊണ്ടുവരാറുണ്ട്. ലോകസഭയിൽ അത് 16 മണിക്കൂറും രാജ്യസഭയിൽ 20 മണിക്കൂറുമാണ് അലോക്കേറ്റ് ചെയ്തെന്ന് ഓർത്ത് വെക്കാം. ഇനി 18ാമത്തെ ലോകസഭാ സെഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകസഭയിൽ 0.15 hours, അതായത് വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിന് വേണ്ടിയിട്ടും 1.98 hours ആണ് പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ റെസല്യൂഷൻസിന് വേണ്ടിയും ചെലവഴിച്ചിട്ടുള്ളത്. രാജ്യസഭയിലാണെങ്കിൽ 0.62 hours ബിൽസിന് മേലെയും 2.09 hours റെസല്യൂഷൻസിന് മേലെയും ചെലവഴിച്ചിട്ടുണ്ട്. അതായത് ലോക്സഭയുടെ അല്ലെങ്കിൽ രാജ്യസഭയുടെ പ്രവർത്തനവുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പർ റെസല്യൂഷൻസിനുള്ള സമയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇതില് ബില്ല് എന്ന് പറഞ്ഞാൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. റെസല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഒപ്പീനിയൻസ് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റ്സ് വോട്ടിനിടാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം നമ്മുടെ MPമാർ എന്ന് പറഞ്ഞാൽ നോർമലി അവരുടെ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് MPസിനെ അവരുടെ ഇൻഡിവിജ്വൽ വ്യൂസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉപയോഗം നോക്കി കഴിഞ്ഞാൽ 1966 HV കാമത്ത് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള ഒരു ബില്ല്, അതായത് കൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് വരെ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി മാറിയപ്പോൾ, ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി മാറുമ്പോൾ ഇന്ദിരാഗാന്ധി അന്ന് രാജ്യസഭാ മെമ്പർ ആയിരുന്നു. അപ്പൊ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ലോകസഭാ അംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയാവാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് മെമ്പർ ബില്ല് അദ്ദേഹം കൊണ്ടുവന്നത് എന്ന് ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറയുന്നത് സാധാരണ അത്ര ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ചും ഇത് നോർമലി വെള്ളിയാഴ്ചകളിലാണ് ഇതിന്റെ ഡിസ്കഷൻ ഉണ്ടാവുക. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും MPമാരൊന്നും ഉണ്ടാവില്ല. ഈവൻ ആ ബില്ല് കൊണ്ടുവരുന്ന MP തന്നെ ചിലപ്പോൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ കൊടുക്കുന്നത് എന്ന് കൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈവറ്റ് മെമ്പർ ബിൽസിന് വലിയ സിഗ്നിഫിക്കൻസ് നമ്മൾ കാണാറില്ല. പക്ഷേ MPമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നതിലാണ്. അപ്പൊ ജയറാം രമേശ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനെ മിഡ് ഡേയിലേക്ക്, അതായത് വെനസ്ഡേയിലേക്കോ മറ്റോ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. സോ ദാറ്റ് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ മനീഷ് തിവാരി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ബില്ല് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 15 വർഷമായിട്ട് പെൻഡിങ് ആണ്. 15 വർഷമായിട്ട് അത് ഇതുവരെ ഡിസ്കഷന് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിന് കൃത്യമായിട്ടുള്ള സമയം കൊടുക്കുന്നില്ല, ഡിസ്കഷൻ നടക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ചും ആ ഒരു MPമാരുടെ ആ ഒരു അവകാശത്തെ, പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് റെസല്യൂഷൻസ് കൊണ്ടുവരുന്ന ആ ഒരു അവകാശത്തെ തന്നെ ഹനിക്കുന്ന സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനെയും പാർലമെന്ററി ഡെമോക്രസിയുടെ ആ ഒരു കംപ്ലീറ്റ്നെസ്സിനെയും തടയുന്നതിന് കാരണമാവുന്നുണ്ടെന്ന് ഓർത്തുവെക്കുക. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനെ കുറെ കൂടി സമയം അനുവദിക്കേണ്ടതായിട്ടുള്ളത്, MPമാർക്ക് അവരുടെ വ്യക്തി അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒപ്പീനിയൻ, ഒരു ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്, ഓർത്തു വെക്കുക. അടുത്തത് ഇന്ത്യൻ റുപ്പിയുടെ എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞതും എന്താണ് അതിന്റെ കാരണം, എങ്ങനെയാണ് അത് ഇന്ത്യയെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി.
നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.